ഹലോ, ഇന്ന് നമുക്കൊരു ബാർബിക്യൂ പാർട്ടിക്ക് പോയാലോ? ഞാൻ ദുബായിൽ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ബാർബിക്യൂ പാർട്ടിയാണ്. നമ്മൾ പോകാൻ പോകുന്നത് എക്സ്പോ 2020 ലേക്കിലേക്കാണ്. മേലയിൽ നിന്നുള്ള വ്യൂ എന്നെ കാണിച്ചു തരാം. അപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പോയി ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടിയില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. ഏതാണ്ട് UAE മൊത്തം ആൾക്കാർ അവിടെയുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് എവിടേക്കോ കാറ് പാർക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കി. ചെറുതായിട്ട് എവിടെയോ ഒരു പൊങ്കാല ഫീൽ കിട്ടിയ പോലെ ഉണ്ട്. കാരണം തൊട്ടടുത്തും അതിൻ്റെ അപ്പുറത്തും മൊത്തത്തിൽ ഒരു വരിയിട്ട് ബാർബിക്യൂ ചെയ്യുന്നൊരു ഫീലായിരുന്നേ. കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഗ്രില്ല് വെച്ചു, വെള്ളം വെച്ചു. പിന്നെ എന്തിനോ വേണ്ടി ഒരു ടെൻറ്റും അടിച്ചിട്ടുണ്ട്. ചുറ്റുള്ള എല്ലാവരും അടിച്ചേക്കുന്നു, അതും ആളും നിൽക്ക്. അപ്പം നമ്മൾ ഒരെണ്ണമെങ്കിലും അടിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ? എന്നാൽ പിന്നെ കുറേ ഉണ്ടാ, ഞങ്ങളും വെച്ചു ഒരെണ്ണം. അങ്ങനെ അതേ ചാർക്കോളൊക്കെ ഇട്ട് നമ്മൾ സെറ്റായി. ഇപ്പം കാണുന്നതാണ് ഈ ബാർബിക്യൂ പാർട്ടിയുടെ ലൈറ്റിംഗ് സെറമണി. ഈ കാൻഡിൽ ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ. ആൻഡ് പുതിയതായി വന്ന് എനിക്കും ഒരു ചാൻസ് കിട്ടിയായിരുന്നു. എന്തിന്? ഈ കർപ്പൂരം കത്തിക്കാനേ. അങ്ങനെ ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു ടോട്ടല്. ഞാൻ ചെറുതായിട്ട് എവിടുന്നോ വലിയ വന്നതാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിൽ കുറേ പേരൊക്കെ എനിക്കറിയാം, പക്ഷേ കുറച്ച് പേരൊക്കെ എനിക്ക് ന്യൂ ഫേസസ് ആണ്. പിന്നെ എന്തിനാണ് ഈ ടെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കുറേ നേരം മഞ്ഞത്തിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെയും പോയിരിക്കാടോ. പിന്നെ ഈ സ്ഥലത്തിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്ലെയിൻ ഇങ്ങനെ പോകുന്നത് കാണാം. അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കനും സോസേജൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഇത് റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ലടോ. കാരണം വിശപ്പിൻ്റെ വിളി അത്യാവശ്യം നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ വേറെ ഒന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. ഇപ്പം തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരൊക്കെ ഇവിടുത്തെ വീഡിയോ ഉള്ളതുകൊണ്ട് അത് ഇവിടെ ഇട്ടേക്കുന്നു. അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ മെയിൻ ഗ്രില്ലിങ് പരിപാടികൾ. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കുന്നു, വീട്ടിലേക്ക് പോകുന്നു. എല്ലാം ഷടപടേന്നായിരുന്നു. അങ്ങനെ ഒരു 1:15 ആയപ്പോൾ നമ്മളത് തിരിച്ചു പോകാൻ റെഡി ആയിട്ടുണ്ട്. അപ്പം അത്രയ്ക്കുള്ളൂ. ബൈ.